ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഇത് പ്രമാണിച്ചൊരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ബ്രെഡും കസ്റ്റാർഡ് പൗഡറും കൊണ്ടിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുറച്ച് ബ്രെഡ് ഇവിടെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡ് പോർഷനൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കാം. അപ്പോൾ സിമ്പിളാണ്. അപ്പോൾ ഇതിനൊക്കെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പുഡിങ്ങാണ് കേട്ടോ. അപ്പോൾ ഈ ബ്രെഡിൻ്റെ എല്ലാ സൈഡും ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് ആദ്യം തന്നെ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക, അടിപൊളിയാണ് കേട്ടോ ഈ പുഡിങ്. അപ്പോൾ ഇതാ മൊത്തം ഞാൻ കട്ട് ചെയ്ത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി 10 ഗ്രാമിൻ്റെ ചൈന ഗ്രാസ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ട് അതിലേക്ക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്നും പറയുന്ന പോലെ എൻ്റെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ മൊത്തം തന്നെ ഇതിലേക്ക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഫുള്ള് കട്ട് ചെയ്ത് കുതിരാൻ വേണ്ടി നമുക്ക് അവിടെ മാറ്റി വെക്കാം. ഇനി ഞാൻ കസ്റ്റാർഡ് പൗഡർ ഒന്ന് കുറച്ച് പാലിൽ ഒരു 4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കത് മാറ്റി വെക്കാം. 4 ടീസ്പൂൺ ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് നമുക്ക് അവിടെ മാറ്റി വെക്കാം. അപ്പോൾ ഞാൻ അവിടെ 2.5 പാക്കറ്റ് പാലാണ് ഇട്ടെടുക്കുന്നത്. അതവിടെ മാറ്റി വെച്ച് ഇനി ഒരു പാന് ഞാൻ അടുപ്പത്ത് വെച്ചു. മറ്റേ അടുപ്പത്ത് ഞാൻ ചൈന ഗ്രാസ് വെച്ചിട്ടുണ്ട് കേട്ടോ, ചെറിയ ഫ്ലെയിമിൽ. ഇനി നമുക്ക് ഇതിലേക്കൊരു 2.5 പാക്കറ്റ് പാൽ ഒഴിച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാത്തവരെന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ. അപ്പോൾ ഞാനിതാ ഒരു 1/2 പാക്കറ്റ് ഒഴിച്ചെടുത്തു. ഇനി 2 500 ml പാക്കറ്റ് കൂടി ഒഴിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ മൊത്തം പാൽ ഞാൻ അതിലേക്ക് ഇട്ടു. ഇനി മധുരം ബാലൻസിന് വേണ്ടി നമുക്ക് നുള്ളൊരു ഉപ്പിട്ട് കൊടുക്കുക. ഞാൻ എല്ലാ പുഡിങ്ങിൻ്റെ റെസിപ്പിയിലും പറയാറുണ്ട്, കാരണം മധുരം ബാലൻസിന് വേണ്ടിയിട്ട് കുറച്ച് നുള്ള് ഉപ്പിട്ട് കൊടുക്കണം എന്നുള്ളത്. മധുരമുള്ള എന്തുണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ നുള്ള് ഉപ്പിട്ട് കൊടുക്കണം. അപ്പോൾ അത് അപ്പുറത്ത് ചൈന ഗ്രാസ് നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടാക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് കുറച്ചൊരു 1/4 കപ്പ് മിൽക്ക് മെയ്ഡ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ചൈന ഗ്രാസ് വെച്ചത് തീ കൂട്ടുകയോ ചെയ്യരുത്, ചെറിയ തീയിലാണ് നമുക്ക് ആക്കിയെടുക്കേണ്ടത്. ഇനി നമുക്ക് നേരത്തെ മിക്സ് ചെയ്ത് മാറ്റിയിട്ട് കസ്റ്റാർഡ് പൗഡർ ഉണ്ടല്ലോ, അത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ എല്ലാ പുഡിങ്ങിലും പറയുന്ന മാതിരി പാലൊരിക്കലും തിളക്കരുത്. തളിച്ചിട്ടുണ്ടെങ്കിൽ പുഡിങ് പിരിഞ്ഞു പോകട്ടോ. ഇനി നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുക. പഞ്ചസാരയൊക്കെ നിങ്ങൾ മധുരത്തിന് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി 1/4 ടീസ്പൂൺ വാനില എസൻസ് വെച്ചെടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, അത് ഒഴിച്ചിട്ട് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. ഇനി ചൈന ഗ്രാസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അത് മൊത്തം ഞാനിതാ ഒരു അരിപ്പയിലൂടെ അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഇനി ഒരിക്കലും ഫ്ലെയിം ഓണാക്കരുത് കേട്ടോ. ഇനി നല്ലോണം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. അപ്പോൾ ഞാൻ നേരത്തെ കട്ട് ചെയ്ത ബ്രെഡ് ഉണ്ടല്ലോ, ഫസ്റ്റ് ലെയറിൽ ഞാൻ ഇതാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ട്രേയിൽ, നമ്മൾ ഏത് ട്രേയിലാണോ പുഡിങ് സെറ്റാകാൻ വെക്കുന്ന ആ ട്രേയിൽ ബ്രെഡ് ഇതേമാതിരി കട്ട് ചെയ്ത് ഞാൻ ഇങ്ങനത്തെ റൗണ്ട് ഒരു ട്രേ ആണ് ഞാൻ എടുത്തത് കേട്ടോ, ഗ്ലാസിൻ്റെ. അതിലേക്ക് ബ്രെഡ് ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഫസ്റ്റ് ലെയർ ഒഴിച്ചു കൊടുക്കാം. കസ്റ്റാർഡിൻ്റെ ഫസ്റ്റ് ലെയർ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കുറച്ചുകൂടി ബ്രെഡ് ഞാൻ അവിടെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ രണ്ടാമത്തെ ലെയറിൽ സെറ്റാക്കി വെക്കാനാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ലെയർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ഒഴിച്ചെടുത്തു. ഇനി നമുക്ക് സെക്കൻഡ് ലെയർ നമുക്ക് സെറ്റാക്കി എടുക്കാം. അതേമാതിരി തന്നെ നേരത്തെ മാതിരി ബ്രെഡ് കട്ട് ചെയ്താൽ ബ്രെഡ് സൈഡ് പോർഷനൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് രണ്ടാമത്തെ ലെയർ ഒന്ന് അതിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ വീഡിയോയിൽ ചെയ്യുന്ന മാതിരി ഒരു 5-8 ബ്രെഡ് വീണ്ടും ഞാൻ എടുത്തിട്ടുണ്ട്. ഇതേമാതിരി ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന മാതിരി ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ രീതിയിൽ പുഡിങ് ഉണ്ടാക്കാത്തവരുണ്ടാക്കി നോക്കട്ടെ, അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ ലെയറും ഞാൻ സെറ്റാക്കി. ഇനി നമുക്ക് അതിൻ്റെ മുകളിൽ ബാക്കിയുള്ള അതുകൂടി ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ബാക്കിയുടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഫുള്ളായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഫുൾ ഒഴിച്ചിട്ടില്ല, കാരണം നിറഞ്ഞ് ചിന്നുകൊണ്ട് കുറച്ചവിടെ മാറ്റി വെച്ച് വേറെ സെറ്റാക്കി എടുക്കാം. ചെറിയ പാത്രത്തിൽ വെച്ചിട്ട് അതവിടെ മാറ്റി വെച്ചിട്ടോ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനിവിടെ പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നിങ്ങൾക്ക്
ഞാനിവിടെ വിപ്പിംഗ് ക്രീമായിട്ട് എടുക്കുന്നത്. നിങ്ങൾക്ക് ഫ്രഷ് ക്രീമും എടുക്കാം. ഞാൻ ഇവിടെ ക്രീം ഉള്ളതുകൊണ്ട് ഒരു 3-4 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീം എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിവിടെ ഓൾറെഡി ബീറ്റ് ചെയ്ത് വെച്ച് ക്രീമായിരുന്നു കേട്ടോ, ഫ്രീസറിലായിരുന്നു, അതാണ് ഞാൻ എടുത്തത്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ഒരു 2-3 ടീസ്പൂണ് മിൽക്ക് മെയ്ഡ് ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ തന്നെ നമ്മൾ ആ പുഡിങ് അവിടെ സെറ്റായി വരുന്നുണ്ട് കേട്ടോ. നല്ലോണം സ്പൂൺ കൊണ്ടോ എന്തിനുണ്ടെങ്കിലും നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ വിപ്പിംഗ് ക്രീം കളർ ഞാൻ കുറച്ച് ആഡ് ചെയ്തിരുന്നു ഇതിന് മുന്നേ. ആ ഒരു കളറാണ് കേട്ടോ പിങ്ക് കളറായിട്ട് കാണിക്കുന്നത്. ഇനി നമുക്കിത് ആ പുഡിങ്ങിൻ്റെ മുകളിൽ തേച്ചെടുക്കാം. മൊത്തം എല്ലായിടത്തും ഇപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ സെറ്റായിട്ടുണ്ട് പുഡിങ്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് ക്രീം തേച്ചെടുക്കാം. ഇത് സെറ്റായി തണുത്തിന് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു പുഡിങ്ങിന്. അപ്പോൾ എന്തായാലും ഉണ്ടാക്കാത്തവർ ഈ ഒരു ലെയർ പുഡിങ് എന്തായാലും ബ്രെഡും കസ്റ്റാർഡ് പൗഡറും വെച്ചിട്ടൊന്ന് ഉണ്ടാക്കി നോക്കുക. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഞാൻ ക്രീം തേച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അത് മൊത്തം തേച്ചെടുത്തിട്ടോ. ഇനി നമുക്ക് അതിലേക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് നട്ട്സ് എന്തെങ്കിലും എടുക്കുക, ബദാമോ പിസ്ത എന്തെടുക്കുക. ഞാൻ ഇവിടെ അണ്ടിപ്പരിപ്പാണ് എടുത്തത്. ചെറുതായി കട്ട് ചെയ്ത് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത്ര പണിയുള്ളൂ കേട്ടോ. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിക്കാം. ഇത്ര പണിയുള്ളൂ, സിമ്പിളാണ് ഈ ഒരു പുഡിങ്. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. റിക്വസ്റ്റാണ് കേട്ടോ. അപ്പം ഇനി അടുത്ത നല്ലൊരു വീഡിയോ വരുന്നതിലേക്കും എല്ലാവർക്കും ഈദ് മുബാറക്ക്.